ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന രണ്ട് സർക്യൂട്ടാണ്. ഒന്നെന്ന് പറഞ്ഞാൽ വേൾഡിലെ ഏറ്റവും സിമ്പിളായിട്ടുള്ള 12 വോൾട്ട് ബാറ്ററി ഫുൾ ചാർജ് ഇൻഡിക്കേറ്ററാണ്. അത് നമുക്ക് ആദ്യം ഉണ്ടാക്കാം. അതെന്ന് പറഞ്ഞാൽ അത് ഉണ്ടാക്കാൻ വെറും 4 സാധനം മതി. നിങ്ങൾക്കൊരു BC547 അല്ലെങ്കിൽ ഒരു BC546 NPN ട്രാൻസിസ്റ്റർ, പിന്നെ ഒരു ഗ്രീൻ LED വേണം. ഏത് കളറാണെങ്കിലും LED വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ ഒരു 12 വോൾട്ടിൻ്റെ ഒരു സെനാർ ഡയോഡ് വേണം. പിന്നെ ഒരു 1K റെസിസ്റ്റർ. ഈ 4 കോമ്പോണൻറ്റ് വെച്ച് നിങ്ങൾക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു 12 വോൾട്ട് ബാറ്ററി ലെവൽ ഇൻഡിക്കേറ്റർ ഉണ്ടാക്കാൻ പറ്റും. ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്. കാരണം നമ്മൾ സെനാർ ഡയോഡ് ട്രാൻസിസ്റ്ററിൻ്റെ ബേസിൽ റിവേഴ്സ് ബയസ് ചെയ്താണ് കണക്ട് ചെയ്തേക്കുന്നത്. അപ്പം അപ് ടു 12 വോൾട്ട് ആ സെനാർ ഡയോഡ് ബ്രേക്ക് ഡൗൺ ആവില്ല. പക്ഷേ 12 വോൾട്ട് കൂടുതൽ, അതായത് 12.7 വോൾട്ടിൽ വരുമ്പം എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇത് ബ്രേക്ക് ഡൗൺ ആയിട്ട് ആ അഡീഷണൽ വരുന്ന 0.7 വെച്ച് ബേസ് ടു എമിറ്റർ ജംഗ്ഷൻ ഫോർവേഡ് ബയസ്ഡ് ആവും. അങ്ങനെ LED കത്തും. ഇതാണ് അതിൻ്റെ പ്രിൻസിപ്പിൾ. അപ്പം ബിലോ 12 വോൾട്ട് ആയിക്കഴിഞ്ഞാൽ ഈ LED കത്തുകയില്ല. നിങ്ങൾക്ക് ഈ 1K റെസിസ്റ്ററിന് പകരം 2.2K 3.3K റെസിസ്റ്റർ യൂസ് ചെയ്യാം. അപ്പോൾ അതാണ് യൂസ് ചെയ്യണമെങ്കിൽ വളരെ കുറച്ച് കറണ്ട് മാത്രമേ ഈ ഒരു സർക്യൂട്ട് കൺസ്യൂം ചെയ്യുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് 24 അവേഴ്സും ഈ സർക്യൂട്ട് നിങ്ങൾക്ക് ബാറ്ററിക്ക് അക്രോസ് ആയിട്ട് കണക്ട് ചെയ്ത് വെക്കുകയും ചെയ്യാം. ഒരു മാസം വരെ ഈ സർക്യൂട്ട് ബാറ്ററിക്ക് അക്രോസ് ആയിട്ട് കണക്ട് ചെയ്താൽ പോലും ബാറ്ററി ഡ്രെയിൻ ഒന്നും ആവില്ല കേട്ടോ. കാരണം അത്രയ്ക്ക് വളരെ കുറച്ച് മാത്രമേ കൺസ്യൂം ചെയ്യുള്ളൂ. ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ 1K റെസിസ്റ്ററാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ കൂടി നിങ്ങൾക്ക് ചിന്തിക്കാം 12/1K 1000 അത്രയും, അതായത് 10 മില്ലി ആമ്പിയർ കറണ്ട് മാത്രമേ അവൻ കൺസ്യൂം ചെയ്യുള്ളൂ. അപ്പം 2.2K 3.3K യൂസ് ചെയ്താൽ വളരെ കുറച്ച് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. നമുക്കിനി ഈ സർക്യൂട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്യാം. അതിനുവേണ്ടി എൻ്റെ ബെഞ്ച് പവർ സപ്ലൈയിലാണ് കണക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ ഗ്രാജുവലി വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യണം. നിങ്ങൾക്ക് കാണാം ഇപ്പം ഗ്രീൻ LED വളരെ ഫെയ്ഡായിട്ടാണ് കത്തുന്നത്. പിന്നെ ഞാൻ അല്പം കൂടെ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുമ്പം ഇതിൻ്റെ ബ്രൈറ്റ്നസ് ചേഞ്ച് ആവുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ LED ബ്രൈറ്റ്നസ് വെച്ചിട്ട് തന്നെ അറിയാൻ പറ്റും എത്രമാത്രം വോൾട്ടേജ് ബാറ്ററിക്ക് അക്രോസ് ആയിട്ടുണ്ടെന്ന്. ഇനി നമുക്ക് അടുത്ത സർക്യൂട്ടിനെ കുറിച്ച് നോക്കാം. അടുത്തതെന്ന് പറഞ്ഞാൽ വേൾഡിലെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വോൾട്ടേജ് ഡബിളറാണ്. ഈ സർക്യൂട്ട് അസംബിൾ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് 4 കോമ്പോണൻറ്റ് മതി. 2 4700 മൈക്രോ ഫാരഡിൻ്റെ കപ്പാസിറ്ററും പിന്നെ 2 4007 ഡയോഡും, റെക്ടിഫയർ ഡയോഡും. ആക്ച്വലി എഫക്റ്റീവ്ലി ഇതൊരു ഡുവൽ പവർ സപ്ലൈ ആണ്. ആ ഡുവൽ പവർ സപ്ലൈയിൽ നമ്മൾ ഗ്രൗണ്ട് യൂസ് ചെയ്യാതെയാണ് ഇത് അതിൻ്റെ ഔട്ട്പുട്ട് എടുക്കണം. മാത്രമല്ല നമ്മളൊരു DC അല്ല ഡബിൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഒരു AC ആണ് ഡബിൾ ചെയ്യാൻ പോകുന്നത്. AC എന്ന് പറഞ്ഞാൽ 230 വോൾട്ട് അല്ല, ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്പുട്ടിൽ വരുന്ന വോൾട്ടേജിനെ DC ആക്കി കൺവേർട്ട് ചെയ്തിട്ട് ഡബിൾ ചെയ്യുന്നു. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അത് മാത്രമല്ല നമ്മൾ സെൻറ്റർ ടാപ്പ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. സെൻറ്റർ ടാപ്പ് ഇല്ലാത്ത ട്രാൻസ്ഫോമറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്.
ഈ 2 സർക്യൂട്ട് നിങ്ങൾക്ക് ഉപയോഗപ്രദമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കല്ലേ. മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയറും ചെയ്ത് കൊടുക്കണേ. പിന്നെ ഈ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ സജഷൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. എനിക്ക് തോന്നുന്നു ഈ 2 സർക്യൂട്ടും അടിപൊളിയാണെന്നാണ്. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോയ്ക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ അപ്പുറത്തുള്ള ചെറിയ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. ദിസ് ഈസ് ഗഗനോയിഡ് സൈനിങ് ഓഫ്. അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് വരെ ചെറിയൊരു ഇടവേള.